ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴിൽ റിലീസായ വാൾ എന്ന് പറയുന്ന മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയുടെ പേര് പ്രകാശ് എന്നാണ്. രണ്ട് കല്ലുകൾക്കിടയിലായിട്ട് നമ്മളുടെ ഹീറോയുടെ കാല് കുടുങ്ങിയിരിക്കുകയാണ്. അവൻ ആ കാല് വലിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് കട്ടായി കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നു. പ്രകാശ് ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവനിങ്ങനെ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ലവർ അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ജോലി തിരക്ക് കാരണം അവൾക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ വരാൻ അവളോട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ പോയി അവളെ മീറ്റ് ചെയ്യുമ്പോൾ അവൾ അവനോട് പറയുകയാണ്, നിനക്ക് എന്റെ മേലെ യാതൊരു സ്നേഹവുമില്ല. ഞാൻ എത്ര സ്നേഹത്തോടെയാണ് നിനക്ക് മെസ്സേജ് അയക്കുന്നത്, എന്നാൽ നീ അതിന് കൃത്യമായിട്ട് എനിക്ക് റിപ്ലൈ തരുന്നു പോലുമില്ല. പ്രകാശ് അതിനുള്ള മറുപടി കൊടുക്കാൻ വരുന്നുണ്ടെങ്കിലും പക്ഷെ അവനെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കാതെ ഇവൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകാശ് ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുഖം കഴുകാൻ പോകുന്നു. അവൻ മുഖം കഴുകിയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ അവൾ വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അപ്പോഴേക്കും പ്രകാശ് പറയുന്നു, നീ ഇനി ഒന്നും മിണ്ടണ്ട, എനിക്ക് നിന്റെ ആവശ്യമില്ല, എനിക്ക് ലവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കൂളായിട്ട് പോകുന്നു. ഇപ്പോൾ അവന്റെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു അനിയത്തി ഉണ്ട്. അപ്പോൾ അനിയത്തി വേറൊരാളെ പ്രേമിച്ച് ആ ഒരു കേസ് വീട്ടിലറിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലെ അനിയത്തിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും അടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് ഹീറോയുടെ ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അനിയത്തിയുടെ അടുത്തുള്ള ഫോൺ മേടിച്ചിട്ട് അതിൽ അവൾ ലാസ്റ്റ് ആയിട്ട് അയച്ച മെസ്സേജുകളെല്ലാം വായിച്ചു നോക്കുന്നു. അവൾ അയാൾക്ക് എന്താണ് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും, നീ എന്തായാലും എന്റെ വീട്ടിൽ വന്നൊന്ന് സംസാരിച്ചു നോക്ക്, പിന്നെ വരുമ്പോൾ ഫോർമൽ ഡ്രസ്സിൽ വരണം, നിന്റെ ആ ഒരു ബ്ലൂ ഷർട്ട് ഇല്ലേ ആ ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് വന്നാൽ മതി, എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഇവർ ആ മെസ്സേജ് എല്ലാം വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് ബ്ലൂ ഡ്രസ് ധരിച്ച് ആ ഒരു വ്യക്തി അങ്ങോട്ട് വരുന്നത്. അയാളെ കണ്ടപ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി അനിയത്തിയുടെ ലവർ ഇയാളാണെന്ന്. ഇവനെയൊക്കെയാണ് ഇവള് പ്രേമിച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളുടെ ഹീറോ വിചാരിക്കുന്നു. അങ്ങനെ അയാളെ ഇപ്പോൾ അകത്തോട്ട് കയറ്റിയപ്പോഴേക്കും ഓടിച്ചെന്ന് അച്ഛന്റെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട്, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്രയും സാലറി ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് അച്ഛൻ അവനെ പിടിച്ചടിക്കുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചേട്ടനും അടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവനെ അടിച്ചു കൂട്ടുന്ന സമയത്ത് അനിയത്തി അങ്ങോട്ട് വന്നിട്ട് അയ്യോ അയാളെ തല്ലരുതെന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് അനിയത്തി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ ഇവനെയൊക്കെയാണോ പ്രേമിച്ചത്, നിനക്ക് ഇതിനേക്കാളും നല്ല ചെക്കനെ കിട്ടുമല്ലോ, നമുക്ക് എന്തായാലും കുറച്ചു നാൾ വെയിറ്റ് ചെയ്തിട്ട് ഇവനേക്കാളും നല്ലൊരു ചെക്കനെ നിനക്ക് വേണ്ടി കണ്ടുപിടിക്കാം. എന്നാൽ അവൾ അതൊന്നും സമ്മതിക്കുന്നില്ല. ഞാൻ ഇയാളെയാണ് സ്നേഹിച്ചത്, അതുകൊണ്ട് ഞാൻ ഇയാളെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകും. അതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ഹീറോ നേരെ ചെന്ന് അവന്റെ അമ്മയോട് ഈ വിഷയങ്ങളെല്ലാം പറയുന്നു. എന്നാൽ അമ്മ ഇപ്പോൾ അവരുടെ മറ്റൊരു മകള് ഫോറിനിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ഇപ്പോൾ നമ്മളുടെ ഹീറോ പറയുന്ന കാര്യത്തിന് യാതൊരു മറുപടിയും കൊടുക്കില്ല. അപ്പോൾ ഹീറോ പറയുന്നു, അമ്മ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴാണോ അമ്മ ഇപ്പോൾ പോകാൻ വേണ്ടി തുടങ്ങുന്നത്. എന്നാൽ അത് കേട്ടിട്ട് അമ്മ പറയുന്നു, അവൾ അങ്ങനെയൊക്കെ പറയത്തേ ഉള്ളൂ, അവളൊന്നും ചെയ്യൊന്നുമില്ല, നീ ഇപ്പൊ എന്നെ ഒന്ന് എയർപോർട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യേ. അങ്ങനെ ഇപ്പോൾ ഹീറോ അമ്മയെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ഹീറോ ജോലിക്ക് പോകുന്നു. ആ സമയത്ത് അവന്റെ അനിയത്തി വീട് വിട്ടു പോകുന്നു. ഹീറോ ആണെങ്കിൽ ജോലിക്ക് പോകുന്നു, മദ്യപിക്കുന്നു, അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ഒരു കല്യാണ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അമ്മ വിളിച്ചിട്ട് പറയുന്നത്, ഇന്നത്തെ ആ കല്യാണം ക്യാൻസലായി, കാരണം അവിടെയുള്ള മുത്തച്ഛൻ മരിച്ചുപോയി, അതുകൊണ്ട് നീ എന്തായാലും അങ്ങോട്ട് പോയിട്ട് മുത്തച്ഛന്റെ മരിച്ച ചടങ്ങുകളെല്ലാം കൂടിയിട്ട് വരിക. അങ്ങനെ ഹീറോ നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മളുടെ ഹീറോയ്ക്ക് അറിയാവുന്നതായിട്ട് അങ്ങനെ അധികം ആരുമില്ല. അങ്ങനെ ഇപ്പോൾ ഹീറോ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു പെണ്ണ് നമ്മളുടെ ഹീറോയെ ഇങ്ങനെ നോക്കുകയാണ്. ഇവളാണ് നമ്മളുടെ ഹീറോയിൻ. അവളിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേറെ പല സ്ഥലത്തേക്ക് നോക്കുന്നത് പോലെ നമ്മളുടെ ഹീറോയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇത് ആരായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് അവൾ വന്നിട്ട് ബെഞ്ച് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്ന് നമ്മളുടെ ഹീറോയോട് ചോദിക്കുന്നത്. അങ്ങനെ ബെഞ്ച് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ ഡയറക്റ്റ് ആയിട്ട് അവളോട് സംസാരിക്കുന്നു. ലൈറ്റ് ആയിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവൻ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോഴേക്കും അവൾ ചോദിക്കുന്നു, നീ പ്രകാശ് അല്ലേ, എന്നെ നിനക്ക് ഓർമ്മയില്ലേ, പണ്ട് ചെറുപ്പത്തില് നമ്മൾ ഒരുമിച്ച് കളിച്ചതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അവൾ എന്നിട്ട് ഹീറോയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അച്ഛനും അമ്മയും ഒക്കെ എന്ത് ചെയ്യുന്നു, അതുപോലെ നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, അത്തരം കാര്യങ്ങളൊക്കെ. അതെല്ലാം പറഞ്ഞതിന് ശേഷം അവന്റെ നമ്പറും അമ്മയുടെ നമ്പറും ഒക്കെ അവൾ മേടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ മരിച്ച വ്യക്തിയുടെ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ഹീറോ അങ്ങോട്ട് ചെല്ലുന്നു. അവരുടെ കൂടെ ഒരു സ്പൈഡർമാന്റെ ഡ്രസ് ഇട്ട ഒരു ചെറിയ പയ്യനുമുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും ചടങ്ങിന്റെ ഭാഗമായിട്ട് ആ മുത്തച്ഛനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പൈഡർമാൻ ഡ്രസ് ഇട്ട പയ്യന്റെ പേരാണ് യാത്ര. അവനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരിച്ച മുത്തച്ഛനെ അവൻ ഇങ്ങനെ തള്ളിവിടുന്നു. അപ്പോഴേക്കും എല്ലാവരും ബഹളമുണ്ടാക്കി അവനെ വന്ന് പിടിക്കൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും ഹീറോയിൻ വന്നിട്ട് അവനെ എടുക്കുന്നു. ഇവനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവനെ ഹോസ്റ്റലിൽ ചേർക്കാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് വൈഫിനെ വല്ലാതെ വഴക്ക് പറയുന്നു. അപ്പോഴാണ് നമ്മളുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഹീറോയിന്റെ കുട്ടിയായിരുന്നു അത്, അവൾക്ക് ഇത്രയും വലിയൊരു പയ്യൻ വരെയുണ്ട് എന്ന് നമ്മളുടെ ഹീറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഇപ്പോൾ തിരിച്ചു വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഹീറോയിന്റെ അടുത്ത് ഹസ്ബൻഡ് സോറി പറയുന്നു. അതിനുശേഷം ഇപ്പോൾ വീട്ടിൽ വന്നിട്ട്
വന്നിട്ട് ആ പയ്യനെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് ഹീറോയിൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഭർത്താവ് വന്നിട്ട് അവനെ അവന്റെ റൂമിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറയുന്നു. എന്നാൽ ആ ചെറിയ പയ്യൻ ഇവരുടെ റൂമിൽ നിന്ന് പോകുന്നേയില്ല. അവസാനം ഭർത്താവിന് ദേഷ്യം വന്നിട്ട് ആ ചെറിയ പയ്യനെ എടുത്തുകൊണ്ട് പോയി റൂമിന്റെ പുറത്താക്കുന്നു. എന്നിട്ട് അവനോട് ഇനി മിണ്ടരുത്, മിണ്ടാതെ ഇവിടെ ഇരുന്നോണമെന്ന് പറയുന്നു. ആ പയ്യനാണെങ്കിൽ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹസ്ബൻഡ് വന്നിട്ട് നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. നിന്നോട് അവനെ റൂമിലാക്കാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ വളരെ മോശമായ രീതിയിൽ നമ്മളുടെ ഹീറോയിനോട് സംസാരിക്കുന്നു. എന്നിട്ട് ഹസ്ബൻഡ് വീണ്ടും ആ ചെറിയ പയ്യനെ വഴക്ക് പറയാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മളുടെ ഹീറോയിൻ ആകെ ടെൻഷനായിട്ട് കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്തിട്ട് ഹസ്ബൻഡിന്റെ തലയ്ക്ക് നോക്കി ഒറ്റ അടി കൊടുക്കുന്നു. അടി കൊണ്ട് നേരെ അയാൾ അവിടെ വീഴുന്നു. അതിനുശേഷം നമ്മളുടെ ഹീറോയിൻ ചെന്ന് നോക്കുമ്പോഴേക്കും അയാൾ മരിച്ചിട്ടുണ്ടാകും. അപ്പോഴേക്കും അവളാകെ ടെൻഷനായിട്ട് കരയാൻ തുടങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് വല്ലാതെ പേടിയാകുന്നു. എപ്പോൾ വേണമെങ്കിലും താൻ പിടിക്കപ്പെടാമല്ലോ എന്നോർത്ത്. അങ്ങനെ അവളിപ്പോൾ അവിടെയെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഹീറോയെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവൾ ആന്റിയെ വിളിച്ചിട്ട് ഹീറോ വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന കാര്യം കൺഫേം ചെയ്യുന്നു. അപ്പോൾ ആന്റി പറയുന്നു അവന് നൈറ്റ് ഷിഫ്റ്റ് ആണ്, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലുണ്ടാകുമെന്ന്. അങ്ങനെ അവൾ ഹീറോയുടെ അടുത്ത് എത്തിയിട്ട് അവനോട് പറയുന്നു എനിക്ക് കുറച്ച് അർജന്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്, ഞാൻ വരുന്നത് വരെ യാത്രയെ നീ ഒന്ന് നോക്കിക്കോളൂ എന്ന്. നമ്മളുടെ ഹീറോയും ഓക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ യാത്രയെ അവിടെ ആക്കിയിട്ട് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ പയ്യൻ അവിടെ മുഴുവൻ അലങ്കോലമാക്കുന്നു. അതായത് നമ്മളുടെ ഹീറോയുടെ വീട്ടിലുള്ള TV വരെ അവൻ തള്ളിയിടുന്നു. ഹീറോ ആണെങ്കിൽ അതിനിപ്പോഴും EMI പോലും കറക്റ്റായിട്ട് അടച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആ ഒരു വീട്ടിലുണ്ടായിരുന്നതെല്ലാം ആ ഒരു കൊച്ചിങ്ങനെ നശിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മളുടെ ഹീറോയിൻ ബാങ്കിൽ പോയിട്ട് പൈസയൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം അവള് വീട്ടിലോട്ട് വരുമ്പോൾ വീട് മുഴുവൻ യാത്ര അലങ്കോലമാക്കി ഇട്ടിരിക്കുന്നത് കാണുന്നു. അപ്പോൾ അവള് അയ്യോ ഇവൻ ഇവിടെ മൊത്തം അലങ്കോലമാക്കിയിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവര് 3 പേരും ഫ്രഷ് ആവുന്നു. അത് കഴിഞ്ഞ് അവൾ ഹീറോയോട് ചോദിക്കുന്നു എനിക്ക് അർജന്റ് ആയിട്ട് ഒരു 70,000 രൂപ വേണം, നിന്നെ കൊണ്ട് എനിക്കത് തന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ അവൻ ഞാനൊന്ന് അമ്മയോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുന്നു. എന്നാൽ ഹീറോയിൻ പറയുന്നു അമ്മയോടൊന്നും ചോദിക്കണ്ട, നിന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ നമ്മളുടെ ഹീറോ ഇപ്പോൾ അവള് പറഞ്ഞ ആ ഒരു എമൗണ്ട് റെഡിയാക്കിയിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹീറോയിൻ ഞാൻ നിന്റെ അടുത്ത് മറ്റൊരു ഹെൽപ്പ് കൂടി ചോദിക്കാം, നിന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യേ, പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയോട് പറയുന്നു എനിക്ക് കുറച്ച് ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് കാർ ഡ്രൈവ് ഒക്കെ ചെയ്ത് പോകും, പക്ഷെ നീയും കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ വരൂ. അങ്ങനെ ഹീറോ ഇപ്പോൾ 2 ദിവസം ലീവ് എടുത്തിട്ട് അവളുടെ കൂടെ പോകുന്നു. പോകുന്ന വഴിക്ക് അവര് പല സ്ഥലങ്ങളിൽ നിർത്തി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലായിട്ട് അവർ വണ്ടി നിർത്തുന്നു. അങ്ങനെ ഇപ്പോൾ 2 പേർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഹീറോയിൻ ഇപ്പോൾ അവളുടെ പയ്യനോട് പ്രകാശ് അങ്കിളിനെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അവനും ഓക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പ്രകാശിനെ വിളിച്ചിട്ട് പ്രകാശ് എന്റെ റൂമിലോട്ട് വരുമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ പ്രകാശ് ആ റൂമിലോട്ട് വരുമ്പോൾ അവൾ പറയുന്നു ഞാൻ കുളിക്കാൻ പോവുകയാണ്, അതുവരെ ഒന്ന് മകനെ നോക്കാൻ. ഇനിയും ഇവനെ സഹിക്കണമെന്ന് വിചാരിച്ച് നമ്മളുടെ ഹീറോ ആ പയ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനാണെങ്കിൽ ഹീറോയെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് ഡോർ അടയ്ക്കുമ്പോൾ നമ്മളുടെ ഹീറോയുടെ കൈ കുടുങ്ങിയിട്ട് ഹീറോ പെട്ടെന്ന് കുറച്ച് ഉച്ചത്തിലൊന്ന് അലർന്നു. അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയിൻ ആ കുളിക്കിടയിൽ തന്നെ അങ്ങോട്ട് വരുന്നു. അവൾ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. നമ്മളുടെ ഹീറോയും കാര്യം പറയുന്നു. അപ്പോൾ അവള് ഹീറോയോട് സോറി ഒക്കെ പറയുന്നു. അതിനുശേഷം അടുത്ത ദിവസം അവര് വീണ്ടും ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കുംഭകോണത്തെത്തുന്നു. ഹീറോ ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ ഹീറോയിനെ സൈറ്റ് അടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഇപ്പോൾ പോകുന്ന വഴിക്ക് ചെക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇവർ അതെല്ലാം എടുത്തു കൊടുക്കുന്നു. പുറകിലിരിക്കുന്ന പയ്യന്റെ അടുത്ത് മറ്റൊരു പോലീസുകാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പയ്യൻ അച്ഛൻ മരിച്ചുപോയി എന്ന കാര്യം പറയാൻ വരുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മളുടെ ഹീറോയിൻ പെട്ടെന്ന് അവനെ തടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പോയിക്കൊള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അവരും യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവർ ഏതെങ്കിലും വീട്ടിൽ ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തുന്നു. അങ്ങനെ ഇപ്പോൾ അവരൊരു വീടിന്റെ കതക് തട്ടുന്നു. അപ്പോൾ ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പുറത്തേക്ക് വരുന്നത്. അയാൾ പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അതിന് നമ്മളുടെ ഹീറോയിൻ പറയുന്നു ഞങ്ങൾ SP ശേഖറിന് അറിയാവുന്ന ആളാണെന്ന്. SP ശേഖറിന്റെ ആളാണെന്ന് കേട്ട ഉടനെ ആ ഒരു പ്രായമായ വ്യക്തി ഇവരെ അകത്തോട്ട് കയറ്റുന്നു. എന്നിട്ട് അയാളും SP ശേഖറിനെ പറ്റി എല്ലാം പറയാൻ തുടങ്ങുന്നു. ആ സമയത്ത് നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാനേ കഴിയുന്നില്ല. ഹീറോ പെട്ടെന്ന് തന്നെ ബാത്റൂമിലോട്ട് പോകുന്നു. ബാത്റൂമിൽ ഒന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഹീറോയ്ക്ക് കുറച്ച് ആശ്വാസമായത്. അതിനുശേഷം ഇപ്പോൾ ഹീറോ പുറത്തേക്ക് വന്നിട്ട് അയാളോട് പറയുന്നു ഞങ്ങൾ SP ശേഖറിന്റെ ആളുകളൊന്നുമല്ല, നിങ്ങൾ എന്താ അല്ലാത്ത ആളുകളെ ഒന്നും വീട്ടിൽ കയറ്റില്ലേ? അപ്പോഴേക്കും അയാൾ അപ്പൊ പിന്നെ നിങ്ങൾ ആരാ, മോഷ്ടിക്കാൻ വന്ന മോഷ്ടാക്കളാണോ എന്ന് ചോദിക്കുന്നു. ഇവരാണെങ്കിൽ ഞങ്ങൾ മോഷ്ടാക്കളൊന്നും അല്ല എന്ന് പറഞ്ഞെങ്കിലും അയാൾ പെട്ടെന്ന് പോലീസിനെ വിളിക്കാനും പുറത്ത് ആളെ കൂട്ടാനും ഒക്കെ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഇവര് ഞങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ അയാളുടെ അടുത്ത് പറയുന്നു. അയാൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ മയങ്ങി വീഴുന്നു. ഇവര് പെട്ടെന്ന് തന്നെ അയാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കറക്റ്റായ ചികിത്സയും കാര്യങ്ങളൊക്കെ ലഭിച്ചതുകൊണ്ട് അയാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ അയാൾ റിക്കവർ ആവുന്നു. അങ്ങനെ ഇപ്പോൾ തിരിച്ച് അയാളെ വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അയാൾ 1 ലക്ഷം രൂപ എടുത്ത് നമ്മളുടെ ഹീറോയിന് കൊടുക്കുന്നു.
ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് പൈസ ചെലവായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഹീറോയിൻ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് തിരിച്ച് അയാൾക്ക് തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് യാത്ര നമ്മളുടെ ഹീറോയിനോട് എനിക്ക് കഥ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് വല്ലാതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് കഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ പ്രായമായ വ്യക്തി കഥ പറയാൻ തുടങ്ങുന്നു. ഇത് വെറും കഥയല്ല, എന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണെന്ന് പറഞ്ഞാണ് അയാൾ പറയാൻ തുടങ്ങുന്നത്. 1930 അദ്ദേഹം ചെറിയ പയ്യനായിരുന്ന സമയത്ത് അവര് വീട്ടിൽ ഒരുപാട് പ്രാവുകളെയൊക്കെ വളർത്തിയിരുന്നു. ആ പ്രാവുകളുടെ കൂട്ടത്തിൽ യശോദ എന്ന് പറഞ്ഞ ഒരു പ്രാവിനെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവരുടെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വരൾച്ച വരുന്നത്. അങ്ങനെ വരൾച്ച വന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വ്യവസായം കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് ഇവരുടെ അച്ഛന് വല്ലാത്ത രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ വരുന്നു. അതുകൊണ്ട് അയാൾ എല്ലാ പ്രാവുകളെയും വിൽക്കുന്നു, ഒരു പ്രാവിനെ ഒഴിച്ച്. ആ ഒരു പ്രാവാണ് യശോദ എന്ന് പറഞ്ഞ പ്രാവ്. ആ യശോദ എന്ന പ്രാവിന്റെ കൂടെ ഇയാൾ നല്ല ജോളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ പ്രാവിനെയും വിൽക്കുന്നത്. ഇയാളാണെങ്കിൽ ആ യശോദ എന്ന പ്രാവിനെ എനിക്ക് വേണം, അതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ അമ്മ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പോകാൻ പറയുന്നു. അങ്ങനെ കടയിലോട്ട് പോകുന്ന സമയത്ത് യശോദ എന്ന് പറഞ്ഞ ആ പ്രാവിനെ കാണുന്നു. അതിന്റെ ചിറകുകളൊക്കെ അരിഞ്ഞു കളഞ്ഞിരുന്നു. അത് കണ്ടപ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിഷമമായി. എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് അതിപ്പോൾ 50 മൈൽ നടന്നു വന്നിരിക്കുകയാണ്. ആ ഒരു കാര്യം എനിക്ക് ജീവിതത്തിൽ മറക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ യാത്ര ആ കഥ മുഴുവൻ കേട്ടിട്ട് കരയാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് സമയം കൂടി അവരവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ഹീറോയൊക്കെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി ഒരു സ്ഥലത്ത് നിർത്താൻ പറഞ്ഞിട്ട് ഹീറോയിൻ പോയിട്ട് അവിടെ കടയിൽ നിന്ന് ന്യൂസ് പേപ്പർ വാങ്ങിച്ച് വായിക്കുന്നു. ആ ഒരു ന്യൂസ് പേപ്പറിൽ ഇവളുടെ ഹസ്ബൻഡ് മരിച്ച കാര്യം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഭാര്യയെ അന്വേഷിക്കുകയാണെന്നും കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോൾ ധനുഷ്കോടിയിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവര് ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയുടെ അനിയത്തി വിളിച്ചിട്ട് എനിക്കൊരു 10,000 രൂപ വേണമെന്ന് പറയുന്നു. ഹീറോയും ഓക്കെ ശരി അയച്ചേക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഹീറോ ഇപ്പോൾ നമ്മളുടെ ഹീറോയിനോട് ചോദിക്കുന്നു, നമ്മളിപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തല്ലോ, എന്തിനാണ് ശരിക്കും ഈ യാത്ര ചെയ്യുന്നത്? അപ്പോൾ അവള് ഹീറോയോട് അത് നീ തന്നെ കണ്ടുപിടിച്ചോളൂ എന്ന് പറയുന്നു. നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ അവള് പറഞ്ഞതിൽ നിന്നും ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോ അവളുടെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ അവള് മകനോട് പറയുന്നു നമ്മൾ ഇന്ന് ബീച്ചിലൊക്കെ പോകാൻ പോവുകയാണെന്ന്. ഉടനെ യാത്ര അത് കേട്ടിട്ട് വല്ലാത്ത സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ ഇപ്പോൾ അവള് കട്ടിലിരിക്കുമ്പോൾ ഹീറോയിൻ ചെന്ന് അവളുടെ കൂടെ കട്ടിലേലിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോയ്ക്ക് ഇവളെ ആദ്യമായിട്ട് കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ഇവളും അപ്പോൾ ഹീറോയെ കിസ് ചെയ്യാൻ വേണ്ടി വരുന്നത് പോലെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ലിപ് ലോക്ക് ചെയ്യുന്നു. നമ്മളുടെ ഹീറോയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അതിനുശേഷം ഓക്കെ ശരി ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞ് അവര് നേരെ ബീച്ചിലോട്ട് പോകുന്നു. അങ്ങനെ അവരിപ്പോൾ ബീച്ചിൽ പോയിട്ട് ആ പയ്യന്റെ കൂടെ ബീച്ചിൽ കളിക്കുകയാണ്. അതിനുശേഷം ഇവര് 3 പേരും ചേർന്ന് ഫോട്ടോസ് എല്ലാം എടുക്കുന്നു. എന്നിട്ട് ഹീറോയിൻ പോയിട്ട് അവൾ എടുത്തുകൊണ്ട് വന്ന പൈസയിൽ ബാക്കിയുണ്ടായിരുന്ന പൈസ ഹീറോയുടെ ബാഗിൽ വെക്കുന്നു. ഹീറോയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഇനി അവളെ പ്രപ്പോസ് ചെയ്യും എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീറോയിൻ ഇപ്പോൾ കടലിന്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ വീഴുന്നു. അങ്ങനെ അവിടെയുള്ള ആളുകളെല്ലാം കൂടി അവളെ രക്ഷിക്കുന്നു. ഹീറോയാണെങ്കിൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കുറച്ച് സമയത്തിന് ശേഷമാണ് അങ്ങോട്ട് എത്തുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം നീ ഭാര്യ ഇവിടെ വിട്ടിട്ട് നീ അവിടെ പോയി ഒറ്റയ്ക്ക് എന്ന് സംസാരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം അവർ വീണ്ടും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ ഹീറോയുടെ അടുത്ത് ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നു നീ എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു എന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന്. അപ്പോൾ ഹീറോ പറയുന്നു നിങ്ങളുടെ മകനെ തന്നെ. നിങ്ങളുടെ മകൻ നോർമൽ അല്ല, അവനെ എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നു എന്റെ മകന് യാതൊരു കുഴപ്പവുമില്ല, അവൻ നോർമലാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പയ്യൻ പറയുന്നു പ്രകാശ് മാമൻ എന്റെ അമ്മയെ ഒരു കാര്യം ചെയ്തു എന്ന്. ഇത് കേട്ടിട്ട് ഹീറോ വല്ലാതെ ഷോക്കാവുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നു നീ ഇത്രയും ഷോക്കാവേണ്ട കാര്യം എന്താ? അവൻ നടന്ന കാര്യം തന്നെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പയ്യന് വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയും ആ പയ്യനും കൂടി പുറത്തിറങ്ങി വെള്ളം പിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലും കൂടി നിറച്ചോളൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ കാറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ലോറി നേരെ വന്നിടിക്കുന്നു. ഇവള് തെറിച്ചു വീഴുകയും ആ കാറാണെങ്കിൽ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചെറിയ പയ്യനാണെങ്കിൽ കാറിൽ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഇപ്പോൾ അതിലെ പോലീസിന്റെ വണ്ടി വരുന്നു. അപ്പോൾ അവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നത് കാണുന്നു. കണ്ട ഉടനെ അയാൾ എനിക്ക് അവരുടെ മേലെയാണ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് ദൂരത്തൂടെ നടക്കുന്ന ഹീറോയെ കാണിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഹീറോയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ആക്സിഡന്റ് നടന്ന കറക്റ്റ് സ്പോട്ടിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ ലഭിക്കുന്നു. അതായത് നമ്മളുടെ ഹീറോയും ഹീറോയിനും ഒക്കെ കൂടിയിട്ട് ആ ബീച്ചിൽ നിന്ന് എടുത്തില്ലേ ആ ഫോട്ടോ. അപ്പോൾ പോലീസ് നമ്മളെ ഹീറോയോട് ഇവൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാ ചെറിയ പയ്യൻ കാറിൽ പറഞ്ഞുകൊണ്ടിരുന്ന സെയിം കാര്യം വീണ്ടും പറയുന്നു. ഏതെങ്കിലും ഇല്ലീഗൽ അഫെയർ കേസായിരിക്കും, അതുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസ് ഹീറോയെ സ്റ്റേഷനിൽ
സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ആ ചെറിയ പയ്യന്റെ അടുത്ത് പോലീസുകാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് കോൺസ്റ്റബിൾ ഒരു ലേഡിയോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലേഡിയുടെ പേര് താനിയ എന്നാണ്. കോൺസ്റ്റബിൾ എന്നിട്ട് സാറേ ഇവളുടെ അടുത്തുള്ളത് ഫേക്ക് പാസ്പോർട്ട് ആണെന്ന് പറയുന്നു. അങ്ങനെ അവളെയും ജീപ്പിനകത്തോട്ട് കയറ്റുന്നു സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് വരുമ്പോൾ അവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ പോകുന്ന സമയത്ത് ഈ ലേഡി നമ്മളുടെ ഹീറോയോട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് പറയുന്നു. ഹീറോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവള് പെട്ടെന്ന് നമ്മളുടെ ഹീറോയെയും വിളിച്ചുകൊണ്ട് പോകുന്നു. ഇവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോഴേക്കും പോലീസ് വരുന്നു. എന്നാൽ ഇവർ ആ പോലീസിനോട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാ പോലീസിനെയും അടിച്ചിട്ടതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ സ്ഥലത്തേക്ക് ഹീറോയെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരുടെ കൂടെ ആ ചെറിയ പയ്യനുമുണ്ട്. ഇപ്പോൾ താനിയ റെഡിയായിട്ട് മ്യൂസിക് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, നിങ്ങളെ പോലീസ് നോട്ടമിട്ട് വെച്ചേക്കല്ലേ, അപ്പോൾ ആ സമയത്താണോ മ്യൂസിക് കേൾക്കാൻ പോകുന്നതെന്ന്. എന്നാൽ അതിന് താനിയ പറയുന്നു, ഇന്നത്തെ ദിവസം ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഹീറോ പറയുന്നു, ഇന്നത്തെ കാര്യം ഓക്കെ, പക്ഷെ നാളെ ആയിക്കഴിഞ്ഞാൽ നാളെ നിങ്ങളെ തേടി വരില്ലേ എന്ന്. അപ്പോൾ ഹീറോ പറയുന്നു, ഇന്നത്തെ ഓക്കെ, പക്ഷെ നാളെ നിങ്ങളെ തേടി വരില്ലേ. അപ്പോൾ അവള് പറയുന്നു, നാളത്തെ കാര്യമൊക്കെ നാളെ, ഇന്നത്തെ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കൂ. അങ്ങനെ അവളിപ്പോൾ ആ ഫംഗ്ഷന് പോയിട്ട് അവൾ അവിടെ വെച്ച് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഹീറോ വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സ്വപ്നം കാണുന്നു. അതായത് ഇവനെ പറ്റി ആ ചെറിയ പയ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യൂസിൽ വരുന്നതായിട്ട്. അങ്ങനെ ഈ TV ന്യൂസ് ചാനലുകളൊക്കെ നമ്മളുടെ ഹീറോയെ വല്ലാതെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ഹീറോയുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ഹീറോയുടെ കഴുത്തിന് നോക്കി വെട്ടുന്നു. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഹീറോ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. ഇത് കണ്ടിട്ട് എന്തു പറ്റിയെന്ന് താനിയും ചോദിക്കുന്നു. ഒരു സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ അവളുടെ അടുത്തും ഹീറോ പറയുന്നു. ഹീറോയാണെങ്കിൽ എന്റെ ജോലി പോയി, എനിക്കിനി എന്റെ വീട്ടിലോട്ട് പോകാൻ കഴിയില്ല, എന്റെ ജീവിതം തന്നെ വേസ്റ്റായി എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ സാഡ് ആവുകയാണ്. ഇപ്പോൾ താനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു. എന്നിട്ട് അവള് പറയുന്നു, ജീവിതമല്ലേ, നമുക്ക് ജീവിക്കാം, നമുക്ക് ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാം. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് ചുറ്റാൻ തുടങ്ങുന്നു. ഇവള് പിന്നെ ഫേക്ക് ആയിട്ടുള്ള പാസ്പോർട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഒപ്പിക്കുമല്ലോ, അതുകൊണ്ട് ഇവര് പുറത്തുള്ള ഒരു രാജ്യത്ത് പോകുന്നു. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ആ ചെറിയ പയ്യനെ കൊണ്ട് ചുറ്റുകയും അങ്ങനെ ജീവിതം നല്ല അടിപൊളിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ സമയത്ത് പോലീസ് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തതിൽ ഒരു മൊബൈൽ ഫോൺ കൂടി ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമ്മളുടെ ഹീറോയിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോയിൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശും ഈ ഒരു കാര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവൻ നിരപരാധിയാണെന്നാണ്. അങ്ങനെ ആ ഒരു കാര്യം TV ന്യൂസ് ചാനലിലും വിടുന്നു. അങ്ങനെ നമ്മളുടെ ഹീറോ നിരപരാധിയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. അതറിഞ്ഞെങ്കിലും ഇവർ ഇപ്പോൾ പോകുന്ന ഈ യാത്ര തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ഈ എൻജോയ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അന്നത്തെ ദിവസം നൈറ്റ് താനിയയ്ക്ക് ഒരു കോള് വരുന്നു. അങ്ങനെ എന്തോ ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് അവൾ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് പോകുന്നു. ഹീറോ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ മുഴുവൻ അരിച്ചുപെറുക്കി നോക്കിയിട്ടും താനിയെ കാണുന്നില്ല. അപ്പോൾ അവിടെ ഒരു പേപ്പർ ഇരിക്കുന്നത് കാണുന്നു. അത് എടുത്തു നോക്കുമ്പോൾ അതിൽ വാൾ ബൈ താനിയ എന്ന് എഴുതിയിട്ടുണ്ട്. അവനപ്പോൾ അവൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവും, എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ പയ്യനെയും കൂട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു സ്ഥലത്ത് ബോട്ടിംഗ് ചെയ്യുകയാണ്. ആ ബോട്ടിങ്ങിൽ വെച്ചിട്ടാണ് ഒരു ആക്സിഡന്റ് നടക്കുന്നത്. ആ ഒരു ആക്സിഡന്റിൽ ആ പയ്യൻ രക്ഷപ്പെടും. നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഒരു കല്ലിന്റെ ഒക്കെ ഇടയിൽ കൊടുക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട നമ്മളുടെ ഹീറോ കല്ലിന്റെ അടിയിൽ നിന്നും ഇങ്ങനെ കാല് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ ഹീറോ ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ റേഞ്ച് ഭയങ്കര കുറവാണ്. എങ്കിലും അവൻ അമ്മയെ ഒന്ന് വിളിച്ചു നോക്കുന്നു. അവൻ അമ്മയെ വിളിച്ച് ഈ കാര്യം പറയാമെന്ന് വിചാരിക്കുമ്പോൾ അമ്മ അവനോട് പറയുന്നു, നിന്റെ ചേച്ചിക്ക് കുട്ടിയുണ്ടായി, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, കൊച്ചിനെ കാണാമെന്ന് പറയുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോൾ അങ്ങോട്ടൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഹീറോ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവൻ അവന്റെ എക്സ് ലവർ ആയിട്ടുള്ള ജനനിയെ കോൾ ചെയ്യുന്നു. അവളപ്പോൾ അവനോട്, നീ എന്റെ അടുത്ത് കള്ളമൊന്നും പറയണ്ട, നീ എന്താണ് എന്നെ ഇത്രയും നാൾ വിളിക്കാഞ്ഞത്, അങ്ങനെയൊക്കെ ചോദിച്ച് അവനോട് ദേഷ്യപ്പെടുന്നു. ഈ സമയത്ത് ആ ചെറിയ പയ്യനും പ്രകാശ് മാമ എന്ന് വിളിച്ച് അതിലേക്ക് നടക്കുകയാണ്. അതിനുശേഷം ആ പയ്യൻ കരഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് അപ്പോൾ മിന്നാമിന്നികളൊക്കെ പറന്നു വരുന്നു. അപ്പോൾ ആ പയ്യൻ ആ മിന്നാമിന്നികളുടെ ഒക്കെ കൂടെ കളിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് അവൻ അവന്റെ അമ്മ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് ഹീറോയിൻ ആ പയ്യന്റെ അടുത്ത് അവൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുകയാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഈ വേദന താങ്ങാൻ കഴിയില്ല എന്ന് അവള് പറയുന്നു. അതിനുശേഷം വേദനയെല്ലാം സഹിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് നിന്നെ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷമായത് എന്ന് ഹീറോയിൻ മകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാല് വേഗത്തിൽ നല്ല ബലത്തിൽ ഇങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ അവൻ ആ കല്ലിന്റെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് കരയ്ക്ക് കയറുന്നു. അതിനുശേഷം ആ പയ്യനെ തേടി അവൻ അവിടെ മുഴുവനും അലയുന്നു. പക്ഷെ ആ പയ്യനെ കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവനെ കാണാത്തത് കൊണ്ട് ഹീറോ വല്ലാതെ സാഡായിട്ട് കരയുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ആ പ്രായമായ വ്യക്തി ആ പ്രാവിന്റെ കഥ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. അതായത് ആ യശോദ എന്ന് പറഞ്ഞ പ്രാവ് തിരികെ വന്നപ്പോഴാണ് എനിക്ക് ആശ്വാസം വന്നതെന്ന് ആ പ്രായമായ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവര് മൂന്നുപേരിൽ നിന്ന് ഫോട്ടോ എടുത്തതും ആ
ആ പയ്യന്റെ കൂടെ കളിച്ചതും അത്തരം കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നു. ഇപ്പോൾ കറക്റ്റ് നമ്മളുടെ ഹീറോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആ പയ്യൻ വരുന്നു. അവനെ കണ്ടപ്പോഴാണ് ഹീറോയ്ക്ക് ശരിക്കും ആശ്വാസമായത്. ഇപ്പോൾ ആ ചെറിയ പയ്യൻ ഓടി വന്ന് നമ്മളുടെ ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. നമ്മളുടെ ഹീറോയ്ക്കും വല്ലാത്ത സന്തോഷമാകുന്നു. അതിനുശേഷം അവരിപ്പോൾ തിരിച്ച് ഫ്ലൈറ്റിൽ കയറി ഇന്ത്യയിലോട്ട് വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ വരുമ്പോൾ പോലീസ് ഇവരെ ചെറുതായിട്ട് എൻക്വയറി ഒക്കെ ചെയ്യുന്നു. അവസാനം ആ പയ്യൻ ഇനി ഞാനാണ് ഗാർഡിയൻ എന്ന് നമ്മളുടെ ഹീറോ പറയുന്നു. അങ്ങനെ പോലീസും ഓക്കെ ശരി ഇനി മുതൽ നീ ആയിരിക്കും ഇവന് ഗാർഡിയൻ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ പയ്യനെയും കൂട്ടി വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഹീറോ ആ ഒരു പ്രായമായ വ്യക്തിയെ കോൾ ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയുന്നു ഞാൻ എൻ്റെ വീട് വിറ്റ് ഇപ്പോൾ എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു പുറത്ത് ഫോറിൻ നാട്ടിലാണുള്ളത്. ഇപ്പോൾ ആ ചെറിയ പയ്യൻ നമ്മളുടെ ഹീറോയുടെ ഫാമിലിയിലെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ ഹീറോയുടെ അമ്മ ഇവന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു എങ്ങനെയായി പോയി, അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് ആ പയ്യനോട് ചോദിക്കുന്നു. അങ്ങനെ അതിനുശേഷം അവര് റുമേനിയയ്ക്ക് ട്രിപ്പ് പോകുന്നു. താനി എന്താണ് പറഞ്ഞിട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മാസം നമ്മൾ ജോലി ചെയ്യണം, അത് കഴിഞ്ഞിട്ടുള്ള 30 ദിവസം നമ്മൾ ഫുൾ എൻജോയ് ചെയ്യണം. ആ ഒരു കാര്യമാണ് ഇനി നമ്മളുടെ ഹീറോ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.